എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 15 ശ്ലോകം 31, 32, 33, 34, 35, 36 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 15ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് പറഞ്ഞ 29ഉം 30ഉം ശ്ലോകങ്ങള് എല്ലാവരുടെ പുസ്തകത്തിലും ഇല്ല. അപ്പൊ അത് നമ്പർ മാറ്റി പറയാണ്. അപ്പൊ അത് 30 ശരിക്ക് വൽ വിഭൂതിരഭിധ്യായൻ ശ്രീവത്സാങ്കിത ഭൂഷിതാഹ ധ്വജാതപത്രവ്യജനൈ സഭവേത് അപരാജിത എന്നുള്ള ശ്ലോകമാണ് 30ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് 31ാമത്തെ ശ്ലോകം ആയിട്ട് തുടങ്ങാം. ഉപാസകസ്യ മാമേവം എന്ന് തൊട്ട് ആരംഭിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ഉപാസകസ്യ മാമേവം യോഗധാരണയാ മുനേ സിദ്ധയ പൂർവകഥിതാ ഉൽപ്പതിഷ്ഠ്യന്ത്യശേഷത. ആ മുൻപ് പറഞ്ഞ പോലെ ഓരോ സിദ്ധികൾക്ക് ഹേതുവായ ഓരോ ധാരണകൾ ഉറപ്പിച്ചും കൊണ്ടിരിക്കുന്ന എന്റെ ഉപാസകന് നേരത്തെ പറഞ്ഞ എല്ലാ സിദ്ധികളും സ്വാധീനമായി വരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് ധ്യാനയോഗത്തിന്റെ വിവരണം ഉപസംഹരിച്ചു ഭഗവാൻ. ജിതേന്ദ്രിയസ്യ ദാന്തസ്യ ജിതശ്വാസാത്മനോ മുനേ മദ്ധാരണാം ധാരയത കാസാ സിദ്ധി സുദുർലഭ. ഇന്ദ്രിയങ്ങളെ കീഴടക്കിയും ശ്വാസത്തെ സ്വാധീനപ്പെടുത്തിയും കൊണ്ടിരിക്കുന്ന ഒരു യോഗി ഓരോവിധ ധാരണകള് പ്രത്യേകം ചെയ്യാനുള്ള പ്രയാസത്തെ അംഗീകരിക്കേണ്ടുന്ന ആവശ്യം തന്നെയില്ല. 3 ഗുണങ്ങളെയും 3 അവസ്ഥകളെയും കടന്ന് നാരായണനായിരിക്കുന്ന എന്നെ നിരന്തരം ധ്യാനിക്കുന്നവന് സിദ്ധിക്കാത്ത സിദ്ധി എന്താണുള്ളത് എന്ന് ഭഗവാൻ തന്നെ പറയും. അന്തരായാൻ വദന്ത്യേതാ യുഞ്ജതോ യോഗമുത്തമം മയാ സമ്പദ്യമാനസ്യ കാലക്ഷപണഹേതവ. എന്നെ ഭജിക്കുന്ന യോഗി സിദ്ധികൾ കാക്ഷിക്കുന്നത് നന്നല്ല. എന്തുകൊണ്ടെന്നാൽ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന എന്നോടുകൂടി ചേരാൻ, എന്നോട് സായുജ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന യോഗികൾക്ക് ഈ സിദ്ധികൾ വിഘ്നങ്ങളാകുന്നു. തുച്ഛങ്ങളായ ഓരോവിധ വിഷയസുഖങ്ങളാൽ കാലത്തെ വ്യർത്ഥമാക്കി കഴിക്കാൻ ഇടവരുന്ന ഈ സിദ്ധികൾ പരമാനന്ദ അനുഭവത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് പരമയോഗികള് ഈ സിദ്ധികളെ ഒന്നും ആഗ്രഹിക്കരുത്. ജന്മൌഷധി തപോമന്ത്രൈ യാവതീരിഹ സിദ്ധയ യോഗേനാപ്നോതി താ സർവ നാന്യേർയോഗഗതിം വ്രജേൽ. ജനനം, ഔഷധം, തപസ്, മന്ത്രം എന്നിവ കൊണ്ടുണ്ടാകുന്ന എല്ലാ സിദ്ധികളും എന്നെ ഭജിക്കുന്നത് കൊണ്ട് കിട്ടും. പക്ഷേ ഇവയൊന്നും ആഗ്രഹിക്കരുത്. എന്തുകൊണ്ടെന്നാൽ എന്നെ ഭജിക്കാതെ തന്നെ ഈ വക സിദ്ധികള് ഓരോ പ്രാണികൾക്കുണ്ടല്ലോ. ആകാശാദിഗമനം ജന്മം കൊണ്ട് തന്നെ പക്ഷികൾക്കുണ്ട്. സ്വർഗാദി സുഖാനുഭവം ദേവന്മാർക്ക് സ്വതയുണ്ട്. മത്സ്യാദി ജന്തുക്കൾക്ക് ജലസ്തംഭന ശക്തിയുണ്ട്. ഈ വക സിദ്ധികളുള്ള പ്രാണികൾക്ക് വിശേഷവിധി യോഗ്യത ഒന്നുമില്ല എന്ന് മാത്രമല്ല, അവയെ നിസ്സാര ജന്തുക്കളായിട്ട് മാത്രമേ ഗണിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ടൊന്നും സമ്പാദിക്കാൻ കഴിയാത്തതാണ് സായുജ്യം. അത് സമ്പാദിക്കാനാണ് എന്നെ ഭജിക്കേണ്ടത്. അതുകൊണ്ട് സിദ്ധികളിൽ ആഗ്രഹം വയ്ക്കാതെ അഹേതുവായിരിക്കുന്ന ഉപാസന ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. സർവാസാമഭിസിദ്ധീനാം ഹേതു പതിരഹം പ്രഭു അഹം യോഗസ്യ സാംഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനാം. എല്ലാ സിദ്ധികളുടെയും ഹേതുവും രക്ഷിതാവും ഫലദാതാവും ഞാനാകുന്നു എന്നു മാത്രമല്ല, മോക്ഷത്തിനും
അതിന് സാക്ഷാൽ കാരണവുമായിരിക്കുന്ന ജ്ഞാനത്തിനും അതിന് ഹേതുവായിരിക്കുന്ന ധർമ്മത്തിനും അതിനും കാരണമായ ബ്രഹ്മോപദേശത്തിനും ഞാൻ തന്നെ നാഥൻ. അഹമാത്മാന്തരോ ബാഹ്യ അനാവൃത സർവദേഹിനാം യഥാ ഭൂതാനി ഭൂതേഷു ബഹിരന്തസ്വയം തഥാ. എന്തുകൊണ്ടെന്നാൽ സർവഭൂതങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്ന ആത്മാവ് ഞാനാകുന്നു. ഓരോന്നിന്റെയും ഉള്ളിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിച്ഛിന്നത്വം സംഭവിക്കുന്നു എന്നൊന്നും ധരിക്കണ്ട ഉദ്ധവ. യാതൊരു മറവും തടസ്സവും കൂടാതെ ഉള്ളിലും പുറത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. 4 വിധ ഭൂതങ്ങളിലും സൃഷ്ടികാര്യങ്ങളിലും ഉള്ളിലും പുറത്തും ഭൂതങ്ങൾ, ആകാശാദി പഞ്ചമഹാഭൂതങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് പോലെ സകല ചരാചരങ്ങളിലും ഉള്ളിലും പുറത്തും ഞാൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ഇതാ ഉപസംഹരിക്കാൻ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ പഞ്ചദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 15-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.